പുഷ്പയാണെങ്കിൽ ഫ്ലവറും അല്ല ഫയറും അല്ല, പുഷ്പ ലോലനാണ്. പുഷ്പ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങയാണ്. സാരി കൊടുത്ത സീനൊക്കെ വന്ന് അവിടെ തൊട്ട് അങ്ങോട്ട് പടം ഫുള്ള് ഡൗൺ. വില്ലൻ വേണമല്ലോ എന്ന് കരുതി പാർട്ട് 3ക്ക് വേണ്ടി ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടാക്കിയതുപോലെ തോന്നി. കൊള്ളില്ല ബ്രോ, ഇഷ്ടപ്പെടില്ല. നല്ല സൂപ്പർ സൂപ്പർ പടം, ഒന്നും പറയാൻ കൊള്ളാം. പടം സത്യം പറഞ്ഞ ശോകമായിരുന്നു. തുടക്കമെല്ലാം നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഇന്റർവൽ പഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മറ്റേ സാരി കൊടുത്ത സീനൊക്കെ വന്ന് അവിടെ തൊട്ട് അങ്ങോട്ട് പടം ഫുള്ള് ഡൗൺ. സീരിയൽ ലെവൽ എടുത്ത് വെച്ചേക്കുന്നത്. മാസ് കാണിക്കാൻ നോക്കിയിട്ട് മാസൊക്കെ പക്ക കോമഡി. പിന്നെ ഫാസിൽ കൊള്ളായിരുന്നു, പക്ഷേ വില്ലൻസ് ഒന്നുമില്ല, ചുമ്മാ കോമഡി കണക്ക് വന്ന് കുറച്ച് കോമഡിയൊക്കെ കാണിച്ച് അങ്ങ് പോയി. അല്ലു അർജുൻ ഓക്കെ, അങ്ങനെ വൺ മാൻ ഷോ തന്നെ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഇപ്പം ഫുൾ സീരിയൽ ആയി പോയി, സീരിയൽ ലെവൽ. ചേട്ടാ, എനിക്ക് പാർട്ട് 1 വെച്ച് നോക്കുമ്പം എനിക്ക് ഇൻ പേഴ്സൺ എനിക്കതൊരു ഒരു എക്സ്പെക്റ്റേഷനിൽ വന്നു, അതുണ്ടായില്ല. പിന്നെ സ്ക്രീൻ ചില ഇതൊക്കെ ഒരുപാട് ലാഗായിട്ട് തോന്നി. നമുക്ക് അത്രയായിട്ട് ലാഗ് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. വില്ലൻ വേണമല്ലോ എന്ന് കരുതി പാർട്ട് 3ക്ക് വേണ്ടി ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടാക്കിയതുപോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലൊരു ഫൈറ്റ് ഉണ്ട്, അത് നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ആണ്. ദാറ്റ് ഈസ് ഗുഡ്. ആ ഒരു ഇത് കുറച്ച് മൊമെൻറ്റ്സ് നല്ലതാണ്. വേറെ ഒന്നും ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. റൊമാൻസൊക്കെ അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഓക്കെ. ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഒരു നല്ലൊരു ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും 3-3.5 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്ത് പോകാന്നുള്ളത് ഇച്ചിരി പാടായിരുന്നു. ലൈക്ക് ഒരു ഗ്രാഫ് പോലെ ആയതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു സൈഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു, ചില സമയത്ത് അപ്പായിട്ട് വരുന്നു, ചിലത് താന്നു പോകുന്നു. ഒരു നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ അത്രയും മീറ്റപ്പ് ചെയ്തൊരു ആവറേജ് പടം. അതായത് നമ്മൾ പിന്നെ ഇപ്പോൾ തേർഡ് പാർട്ട് വരുന്നുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ അഭിനയം അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മച്ച് ബെറ്റർ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് മാർവലസ്. പിന്നെ അല്ലു അർജുൻ അറിയാമല്ലോ, അപ്പോൾ ആ ഒരു വേവും അത് നല്ലൊരു അടിപൊളി ഒരു എൻ്റർടൈനിങ് തന്നെ ആയിരുന്നു. പടം ആവറേജ് ആണ്. പുഷ്പയാണെങ്കിൽ ഫ്ലവറും അല്ല ഫയറും അല്ല, പുഷ്പ ലോലനാണ്. പുഷ്പ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങയാണ്. ആ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങണത് ഓഡിയൻസിന് ആർക്കും ഡൈജസ്റ്റ് ആവുന്ന സീനുകളും അല്ല. ഭയങ്കരമായിട്ട് ഓഡിയൻസ് ഇവിടെ നിന്ന് ആക്കി മോങ്ങുന്ന സിറ്റുവേഷനാണ്. പിന്നെ സാരി എടുത്തുള്ള ആദ്യം വരുന്ന സീനൊക്കെ വളരെ ബോറാണ്. അത് നമ്മൾ തമ്പാനൂരും അതുപോലെ ഓർബിജിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു പിക്ചറാണ് വരുന്നത്. രണ്ടാമത് സീക്വൻസ് സാരി എടുത്ത് വരുന്നത് അത് കൊള്ളാം. ഒരു കാളി മോഡലൊക്കെ വരുന്നത്, ആ ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ പടം ആവറേജ്. രശ്മിക മന്ദാനയാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത. ഭയങ്കര ഓവർ ആക്ടിങ്ങും ഓവർ എക്സ്പോഷർ, ഒരു ആവശ്യമില്ലാത്ത സീനിലൊക്കെ ഓവർ എക്സ്പോഷർ കാണിച്ചിട്ടുണ്ട്. പൈസ കൊടുത്തതിൻ്റെ മോലാക്കിയതാണോ എന്ന് അറിഞ്ഞുകൂടാ, വളരെ മോശമായിട്ടുണ്ട്. അതൊരു സുഖമില്ല, നമുക്ക് ഓഡിയൻസ് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലാണ് അത് പലയിടത്തും ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ പോരാ. പിന്നെ മലയാളം ഡബ്ബിങ് ഒന്നും പറയണ്ട, വളരെ ബോറ്. മലയാളം ഡബ്ബിങ് പലയിടത്തും കോമഡി ആയി പോകുന്നുണ്ട്. പിന്നെ പാട്ടുകളും അത്ര നമ്മൾ പുഷ്പ 1ൻ്റെ ലെവലിലൊന്നും എത്തിയിട്ടില്ല. കങ്കുവയ്ക്ക് അതൊരു കോമ്പറ്റീഷനാണ്. കങ്കുയാണോ മോശം, ഇതാണോ മോശം എന്നുള്ളതിൽ ഒരു വലിയ ഡിസ്കഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്കത് കങ്കുവയ്ക്കാറ്റും ബെറ്ററാണ്. കങ്കുവയ്ക്കാറ്റ് എന്തായാലും ബെറ്ററാണ്. കങ്കുവ തീരെ അൺസൈക്കബിൾ ആയിരുന്നു. അത് വെച്ച് ഇത് കുറേ കൂടെ ബെറ്ററാണ്. ജസ്റ്റ് ഒരു ആവറേജ് പടം, എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ വന്ന് ഒരു സിനിമ ആസ്വാദകന് വന്ന് ജസ്റ്റ് കാണാം, അത്ര തന്നെ. അല്ലു അർജുൻ ഫാൻസിന് വന്ന് ജസ്റ്റ് കാണാം. അല്ലു അർജുൻ ഡയറക്ടർ എന്താണോ പറഞ്ഞത് അത് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ പലയിടത്തും മൂവിയിലെ ഗ്രാഫ് ടോപ്പിൽ പോയി അങ്ങ് ഡൗൺ ആയി പോവുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. വൺ ടൈം വാച്ച് വന്ന് കാണുക. എല്ലാവരും കഷ്ടപ്പാടാണ്, എല്ലാവരുടെയും കഷ്ടപ്പാടാണ് ഒരു മൂവി, അതുകൊണ്ട് വന്ന് കാണുക. സിനിമ കുറച്ചൊരു മിക്സ്ഡ് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പുഷ്പ 1 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. പുഷ്പ 2ൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് തരാനൊന്നും ഞാൻ പറഞ്ഞ എന്നെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ അവസാനം വന്ന പാട്ടുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും തനി ഭോജ്പൂരി ലെവൽ, ആ ഒരു ലെവലിൽ. അപ്പോൾ ഒരു അല്ലു അർജുൻ അഭിനയിക്കുന്ന ഒരു ഭോജ്പൂരി സിനിമ, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അത്രയേ ഉള്ളൂ എക്സ്പെക്റ്റേഷൻ. ഞാനത് ഭോജ്പൂരി സിനിമ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് പറയാൻ പറ്റുന്നതല്ല, പറയുന്നതല്ല. പക്ഷേ അവിടെ കാണുന്ന സിനിമകളെല്ലാം മാക്സിമം ഇട്ട് നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അത് സ്ലോ പേസിലാണ്, കുറച്ചൊന്നും സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ അവർ മാസ് സീനുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ ഡയലോഗിൽ കൂടെ ഒക്കെയാണ് വരുന്നത്, വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്ന അങ്ങനത്തെ രീതിയിൽ. പിന്നെ കങ്കുവയെ പോലെ ഭയങ്കര ഇടിമുഴക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. DSP സത്യം പറഞ്ഞാൽ പുള്ളി ഇതിനകത്ത് അക്കാര്യം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റസൂൽ പൂക്കുറ്റി പുള്ളിക്കാരൻ വന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇതൊന്നും വന്നില്ല. കറക്റ്റ് സമയത്തിന് തന്നെ പടവും തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മാസ് സീനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന എത്രത്തോളം മാസ് കാണിക്കാൻ പറ്റും അത്രത്തോളം കാണിച്ചിട്ട് പിന്നെ ട്രാക്ക് ഒന്ന് മാറിപ്പോവും. അപ്പം അവിടെ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയോ എന്നുള്ളൊരു തോന്നില്ല. അത് എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരുപക്ഷെ നമുക്ക് അറിയില്ല, ചില സിനിമകളിൽ
നോർത്തിൽ വർക്കാവും സൗത്തിൽ വർക്കാവില്ല. ഇപ്പോൾ ജവാൻ എന്നൊരു സിനിമ സൗത്തിൽ അത്ര ഭയങ്കര റിപ്പോർട്ടൊന്നും വന്നില്ലെങ്കിൽ നോർത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നു. കാരണം ഇതിനിടയ്ക്ക് കുറച്ച് വിശ്വാസപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ദേവി ആരാധന, ദേവി ആരാധിക്കുന്നവർ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് ആ പർട്ടിക്കുലർ സീൻസൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആ പോർഷൻസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും ഒരു ട്രാക്ക് മാറി പോകുമ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഒന്ന് നമുക്ക് അറിയില്ല. അപ്പം ഓൺ ടൈം വാച്ചബിൾ എന്ന് വേണ്ട തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് പറയും. അതിഭീകരമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ, കാരണം ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എലവേഷനെല്ലാം കണ്ടപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര അതിഭീകരമായിട്ട് എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ആ ഒരു ലെവലിലേക്ക് വന്നില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മളാ ഒരു നായകൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നായകൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. അത് പക്ഷേ മാസ് എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ വേറൊരു ട്രാക്ക് മാറി അങ്ങനെ വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ചെന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നത്.